ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ അടുക്കളയിൽ നിൽക്കുകയാണ്, മീൻകറി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വീട്ടിൽ എന്നും മീൻ മേടിക്കും കേട്ടോ. മീൻകറി ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അയലയാണ് കിട്ടിയത്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് അയല എടുത്ത് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അയല വറുത്തതും വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളി ചേർക്കും. ഇങ്ങനെ കുടംപുളി ഇട്ട് പറ്റിച്ച് വെക്കുമ്പോൾ ചെറിയുള്ളിയാണ് ചേർക്കാറ്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്ത കാരണം തൽക്കാലം ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ചാറിന് നല്ലൊരു കട്ടി കിട്ടും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻകറി കൂടാതെ നമുക്ക് പിന്നെ പരിപ്പ് കറിയാണ്. പരിപ്പ് കറി അമ്മ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മീൻ വേകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ചെമ്പരത്തിയില പറിക്കാൻ പോവാണ് താളി ഉണ്ടാക്കാനായിട്ട്. ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ്. ഈ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താളിയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, മുടിക്കും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വളരെ കുറച്ചില മാത്രമേ പറിക്കുന്നുള്ളൂ. കാരണം ഇന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് തൊട്ട് പുരട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇലയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് കുറച്ചേ പറിക്കുന്നുള്ളൂ. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ താളി ഉണ്ടാക്കുന്നത്. ജാറിലിട്ട് അരച്ചിട്ടാണ് താളി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇല പറിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മീൻകറി അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഒന്നോടെ ഒന്ന് പറ്റാനുണ്ട്. അപ്പോൾ ഞാൻ താളി ഉണ്ടാക്കി. എനിക്കിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ഒരു തൃപ്തി വരുള്ളൂ. മറ്റേപ്പാട് ഇങ്ങനെ കൈകൊണ്ട് ഞെവിടി പിഴിഞ്ഞെടുത്ത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ അത്ര രസം തോന്നാറില്ല. ഇനി എണ്ണ തേക്കാൻ പോവാണ്. ചെമ്പുരുത്താതി ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എൻ്റെ മുടിക്കൊരു തിളക്കം തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഹെയർ സിറാണ്. ഞാൻ പണ്ട് തൊട്ടേ ഹെയർ സിറം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മാറ്റം മുടിക്ക് കാണാനുണ്ട്. അതുപോലെ മുടി നീട്ടം വെച്ചു കേട്ടോ. നേരത്തെ അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കുറച്ചുകൂടി നീട്ടം വെച്ചിട്ടുണ്ട്. അതുപോലെ മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടുണ്ട്. ഒരിടയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ആപ്ലിക്കേറ്റർ കാണിച്ചല്ലോ, അതിലാണ് എണ്ണ ചൂടാക്കുന്നത്. അത് ട്രൂ ഹെയർ ഓയിൽ മേടിച്ചപ്പോൾ കിട്ടിയതാണ്. എണ്ണ തേക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. മിക്ക ഡേ ഇൻ മൈ ലൈഫിലും അതൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നേരെ പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ചോറും നമ്മുടെ അയിലക്കറിയും അതുപോലെ പരിപ്പ് കറിയും അയില വറുത്തതും ഒക്കെ എടുത്തിട്ടുണ്ട്. പരിപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരുപാട് കഴിച്ചാൽ വയറുവേദന എടുക്കും. എന്നാലും ഞാൻ അത്യാവശ്യം കഴിക്കും കേട്ടോ. ഞാനാണ് കൂടുതലും ഇത് കഴിക്കാറുള്ളത്. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അമ്മ അനിയത്തിയും കൂടെ ഇവിടെ മൈലാഞ്ചി ഇടുകയാണ്. കുറച്ച് മൈലാഞ്ചി ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൈലാഞ്ചി ഇങ്ങനെ അരച്ച് കയ്യിലിടാൻ വേണ്ടിയിട്ട്. ഇതെന്ത് ഡിസൈനാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കൊള്ളാം. ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങി. എണീറ്റ് വന്ന കോലാണിത്. എന്നിട്ടും എൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി പോയിട്ടില്ല. അതങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി പോകാറില്ല. ഇനി ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിക്കുകയാണ്. കാരണം കുറച്ചും കൂടി ഉണങ്ങാനുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അഴിച്ചിടുകയാണ്. എൻ്റെ മുടി നോക്കി നൂഡിൽസ് പോലെയല്ലേ ഇപ്പോൾ കിടക്കുന്നത്. കുളി കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വേവി ആയിട്ട് കിടക്കും. അത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ നൂഡിൽസ് പോലെ കിടക്കും. ഇനി ഇതൊന്ന് ചീകി കഴിഞ്ഞാലാണ് ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. ഒന്ന് വേവി, നിങ്ങൾ ആദ്യം കണ്ട മുടിയില്ല ആ ഒരു രീതിയിലേക്ക് ആവണമെങ്കിൽ ഒന്ന് ചീകണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇന്ന് ഞാൻ പത്രം വായിച്ചില്ലല്ലോ എന്ന്. നേരെ പത്രം വായിക്കാനായിട്ട് വന്നിരുന്നു. ഫ്രണ്ട് പേജിൽ ഫുൾ പരസ്യം, ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് ഞാനൊരു വാർത്ത കണ്ടത്. ഫേമസ് ആയിട്ടുള്ളൊരു US ജഡ്ജ് ഉണ്ടല്ലോ, ഫ്രാങ്ക് കാപ്രിയോ, ആൾ മരിച്ചു എന്ന്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഫോണിലൊന്നും ന്യൂസ് കണ്ടില്ല. എനിക്കത് ഭയങ്കര എന്തോ, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട്. എന്ത് നല്ല മനുഷ്യനാണല്ലേ. അങ്ങനെ പത്രവായനയൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോഴാണ് അച്ഛൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. ഇതെന്ത് ചെയ്യാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ. ആള് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കറി വെക്കാനുള്ള പരിപാടിയാണ്. അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനത് ഇഷ്ടമല്ല. അച്ഛന് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ പിന്നെ കൈകുട്ടികളിലേക്ക് പോയി. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓണം ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഹെയർ ഓയിൽസിനെ, ചെമ്പുരുത്താതി ഹെയർ ഓയിലിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.